അപ്രതീക്ഷിതമായുണ്ടായ അപകടത്തെ തുടർന്ന് അനാഥരായ അശ്വതിക്കും കുഞ്ഞുങ്ങൾക്കും പ്രതിപക്ഷ നേതാവും പറവൂർ എംഎൽഎയുമായ വി.ഡി. സതീശൻ പുനർജനി പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി. കഴിഞ്ഞ വർഷമാണ് അശ്വതിയുടെ ഭർത്താവ് മോഹൻകുമാർ പറവൂർ ആശുപത്രി വളപ്പിൽ മരത്തിന്റെ ശിഖരങ്ങൾ മുറിക്കുന്നതിനിടെ കയർ കഴുത്തിൽ കുരുങ്ങി ദാരുണമായി മരണപ്പെട്ടത്. വീട് നിർമ്മിച്ചു നൽകിയതിനു പുറമെ അശ്വതിക്ക് ജോലി നൽകിയതായും കുട്ടികൾക്ക് പഠന സഹായം നൽകുമെന്നും വി.ഡി. സതീശൻ 2024 സെപ്റ്റംബർ 11 അശ്വതിയുടെ ഭർത്താവ് വയനാട് വൈത്തിരി സ്വദേശി മോഹൻകുമാർ പറവൂർ ഗവൺമെന്റ് ആശുപത്രി വളപ്പിലെ മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കെ കയർ കഴുത്തിൽ കുരുങ്ങി ദാരുണമായി മരണപ്പെട്ടത്. ഇതോടെ അശ്വതിയും 5 വയസ്സിൽ താഴെയുള്ള 3 പെൺകുഞ്ഞുങ്ങളും ആലംബമില്ലാതെ വാടക വീട്ടിൽ കഴിയുകയായിരുന്നു. കുടുംബത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയ പ്രതിപക്ഷ നേതാവും സ്ഥലം എംഎൽഎയുമായ വി.ഡി. സതീശൻ പുനർജനി പദ്ധതി പ്രകാരം ഇവർക്ക് വീടും സ്ഥലവും ഒരുക്കി. UAE അജ്മാനിലെ ഹാബിറ്റാറ്റ് സ്കൂൾ ചെയർമാൻ ഷംസുദ്ദീൻ കോഴിക്കോട് സ്ഥലമെടുത്ത് നൽകി. ഖത്തറിൽ പ്രവർത്തിക്കുന്ന ഹോസ്റ്റൽ ഗ്രൂപ്പ് ഉടമ അസിമുദ്ദീനാണ് 7 ലക്ഷം രൂപ ചിലവിൽ 2 കിടപ്പുമുറികളുള്ള 540 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിച്ചു നൽകിയത്. താക്കോൽ കൈമാറിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച വി.ഡി. സതീശൻ അശ്വതിക്ക് തൊഴിൽ ലഭിച്ചതായും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായും അറിയിച്ചു. 3 ചെറിയ കുട്ടികളാണുള്ളത്. അദ്ദേഹത്തിന് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം അത് ശ്രദ്ധിക്കാതെ വേണമെങ്കിൽ എല്ലാവർക്കും പറഞ്ഞു വിടായിരുന്നു. പക്ഷേ നാടെല്ലാവരും ചേർന്ന് അവരെ മകളായി തന്നെ സ്വീകരിച്ച് അവർക്കൊരു വാടക വീട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം കുഞ്ഞുങ്ങളെയൊക്കെ നോക്കണം. പിന്നീട് നമ്മളൊരു 3 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. അതിനുശേഷം അവിടെ ഒരു വീട് അവിടെ കൊടുക്കും. 3 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ സഹായിച്ചത് ഗൾഫിലുള്ള ഹാബിറ്റാറ്റ് ഗ്രൂപ്പിൻ്റെ ശ്രീ ഷംസുദ്ദീനാണ്. ഒരു വീട് വെച്ച് കൊടുക്കാൻ സഹായിച്ചത് കോസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഖത്തറിലെ ശ്രീ അസിമുദ്ദീൻ സാഹിബാണ്. അവരുടെയൊക്കെ ഒരു സഹായത്തോട് നല്ലൊരു സ്ഥലം വാങ്ങിച്ച് നല്ലൊരു വീട് വെച്ച് അവർക്ക് കൊടുത്തു. കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് താലൂക്ക് ആശുപത്രിയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തു. താക്കോൽ കൈമാറ്റ ചടങ്ങിൽ വീടിന്റെ സ്പോൺസർ അസിമുദ്ദീൻ, കാർഷിക ഗ്രാമ വികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി.എ. നവാസ്, പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ, വൈസ് ചെയർമാൻ എം.ജെ. രാജു, ഷാരോൺ പനക്കൽ, കെ.എ. അഗസ്റ്റിൻ, കെ.വി. പോൾ, രമേഷ് ഡി കുറുപ്പ്, എം.എസ്. റെജി, വി.എസ്. ജമാൽ, കെ.കെ. അബ്ദുള്ള, ടി.എ. മുജീബ്, കെ.എം. കൃഷ്ണലാൽ, പി.എ. സക്കീർ, ശ്രീദേവി പ്രദീപ്, വി.പി. അനിൽകുമാർ, എ.ഡി. ദിലീപ് കുമാർ, ഷഡ, ഹബീബ്, വി.ജി. ശശിധരൻ, വി.ആർ. ഗോപാലകൃഷ്ണൻ, പി.എസ്. ശശി, പയസ് ജോസഫ്, പി.കെ. സുബ്രഹ്മണ്യൻ, കെ.എ. സുരേഷ്, കാജ കരീം, കെ.ആർ. പ്രതാപൻ, പി.പി. കുഞ്ഞുമോൻ, റഷീദ് കൊടിയൻ, എ.എൻ. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ, നോട്ട് പറവൂർ. സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ, SS പ്ലേറ്റ്, SS ഷീറ്റ്, SS ഹാൻഡ് റെയിൽ, ഫിറ്റിംഗ്സ് ആൻഡ് ഓൾ SS ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു. SS ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്.